ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേ ട്രേഡിങ്ങിന് വേണ്ടി ചാർട്ടിൽ ലെവൽസ് എങ്ങനെ മാർക്ക് ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ ഞാൻ ഇത് നിഫ്റ്റി ഫ്യൂച്ചറിൽ മുമ്പ് മാർക്ക് ചെയ്തിരുന്ന ലെവൽസ് ആണ്. അപ്പോൾ ഈ ലെവൽസ് എങ്ങനെയാണ് ഞാൻ ഈ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലെവൽസ് നമുക്ക് നോക്കാൻ സാധിക്കും. ആ ലെവൽസിലൊക്കെ മാർക്കറ്റ് ടച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് ദിവസത്തെ മാർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി എങ്ങനെയാണ് ഈ ലെവൽസ് മാർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറാണ് എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ഹയർ ടൈം ഫ്രെയിം എടുക്കാം. അതായത് ആദ്യം 4 അവേഴ്സ് നോക്കാം. ഇനി 4 അവേഴ്സ് എടുത്തിട്ട് ഇതിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നോക്കേണ്ടത്. സപ്പോർട്ട് എന്ന് പറയുന്നത് ഓരോ ക്യാൻഡിലും ലോ ആയിരിക്കും സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരേ ഏരിയയിൽ ഒരുപാട് ലോ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെവൽസ് മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ലോ നന്നായി ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രോങ് സപ്പോർട്ട് ലെവലായിരുന്നു. ഇവിടെ നല്ല സപ്പോർട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെയുണ്ട് സപ്പോർട്ട് ഉണ്ടോ. ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, ഇതൊരു സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് നമുക്ക് വീണ്ടും വരയ്ക്കാവുന്നതാണ്. അതിൽ ഇവിടെയുണ്ട് കണ്ടോ. ഇത് മൂന്നും കണക്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും തമ്മിൽ കണക്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ അതും മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ ലെവലാണ്. ഈ ഒരു ക്യാൻഡിൻ്റെ ലോയും കണ്ടോ, ഈ ഒരു ഹൈയും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ലൈൻസ് മാത്രം മാർക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമുക്ക് ഈ ഒരു 3 ലൈൻസ് മാത്രം മാർക്ക് ചെയ്താൽ മതിയാവും. നമുക്ക് വേണമെങ്കിൽ ഇനി 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് 4 അവേഴ്സിലെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് നോക്കാം. അപ്പോൾ അത് നമ്മൾ 4 അവേഴ്സ് മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ടൈം ഫ്രെയിം 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് നമുക്ക് ആ ഒരു കറക്ഷനൊക്കെ വരുത്താം. കറക്റ്റ് കണക്ട് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സപ്പോർട്ട് എടുത്താണ് തിരിച്ചു കയറിയിരിക്കുന്നത്. ഇവിടെ ആ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്ത് താഴേക്ക് വന്നു. ഇവിടെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഈ ലോ കണക്ട് ചെയ്തു, ഹൈ കണക്ട് ചെയ്തു, ലോ കണക്ട് ചെയ്തു. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് 5 മിനിറ്റ്സിലേക്ക് ചേഞ്ച് ചെയ്യാം. അവിടെ ആകെ കുറച്ച് ലൈൻസ് ഉള്ളൂ. ഇത് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ ട്രേഡ് ചെയ്താൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് താഴേക്കാണ് വരാമെങ്കിൽ ഈ ഒരു ലെവൽ വരെ വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോ വേണമെങ്കിലും ഡേ ട്രേഡിങ്ങിന് വേണമെങ്കിൽ നോക്കുകയാണെങ്കിൽ ഈ ലോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ലോ ബ്രേക്ക് ഔട്ട് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഇന്നത്തെ ഈ ലോ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് ഈ ഒരു ലെവൽ വരെ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡേ ട്രേഡിങ്ങിന് വേണ്ടി വളരെ സിമ്പിളായിട്ടാണ് ലെവൽസ് മാർക്ക് ചെയ്യുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നോക്കാം. ഇത് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 4 അവേഴ്സ് സെലക്ട് ചെയ്യാം. ഇനി ഇതിൽ മെയിൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്ത് കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇനി സപ്പോർട്ടായിട്ട് ഈ ഒരു ക്യാൻഡിൽസ് സപ്പോർട്ടുണ്ട്, അത് മാർക്ക് ചെയ്യാം. ഈ ലെവൽ മാർക്ക് ചെയ്യും. ഈ മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരാണെങ്കിൽ ഈ ഒരു ലെവൽസും സപ്പോർട്ടുണ്ട്. ഇവിടെയും ഒരുപാട് ലോ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലെവൽസും മാർക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ലോ ടച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. നല്ല റെസിസ്റ്റൻസുമാണ്. ഓക്കെ,
ഇനി നമുക്കിത് 1 അവറിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. വൺ അവർ ചേഞ്ച് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ ട്രേഡിംഗ് നമുക്ക് നോക്കാം എങ്ങനെയാണ്. അതായത് ഇനി 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇന്ന് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ലെവൽസ് വരെ പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ നിലവിൽ ഇതാണ് സ്ട്രോങ് സപ്പോർട്ടും സ്ട്രോങ് റെസിസ്റ്റൻസും. അപ്പോൾ അതിൻ്റെ ബ്രേക്ക് ഔട്ടാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധാരണ ട്രേഡ് വരാറില്ല. ഈ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ട്രേഡ് നോക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം ഈ ലെവൽസ് നിന്ന്. ഇനി നമ്മൾ സ്റ്റോക്സ് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് EIEL സ്റ്റോക്സ് ആണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ ഇവിടെ വോളിയം കയറിയിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോക്സിൽ ക്ലോസിംഗ് ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കും നല്ല രീതിയിൽ വോളിയം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്തത്. ഇനി ഇത് നമുക്ക് ആദ്യം 4 അവേഴ്സ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് ആദ്യം മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിലെ ഹൈയും ഈ ഒരു ക്യാൻഡിലെ ഹൈയും തമ്മിൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇത് റെസിസ്റ്റൻസ് ആണ്. ഇനി ഇവിടെ സപ്പോർട്ടുണ്ട്. അപ്പോൾ അതും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 4 അവേഴ്സിൻ്റെ സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് അത് 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 1 അവറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഉണ്ടോ ഒരുപാട് ക്യാൻഡിൽസിൻ്റെ ഹൈ ടച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെയും ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഇനി സപ്പോർട്ട് നമുക്ക് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ആണോ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. ഇനി ഇതിൻ്റെ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെവൽസിലും ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നുണ്ട്, അതും മാർക്ക് ചെയ്യാം. ഇനി നമുക്കിത് ജസ്റ്റ് 5 മിനിറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം. നമുക്ക് ലെവൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് ഈ ഒരു ലെവലാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല ഈ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈ ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസ് വരാൻ പോകുന്നത്. ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിരിക്കും അടുത്തത്. ആ ലെവലൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതാണ് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ഈ ലെവൽസിന് താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അല്ല 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പ് സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ലെവലിൽ ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകാനും ചാൻസ് ഉണ്ട്. ഇതുപോലെ ടച്ച് ചെയ്യാം. ഗ്രീൻ ക്യാൻഡിലൊക്കെ വരാണെങ്കിൽ തിരിച്ച് കയറി പോകാനും ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് സ്റ്റോക്സിലും അതിൽ ഫ്യൂച്ചർ ചാർട്ടിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടൈം ഫ്രെയിം ഹയർ ടൈം ഫ്രെയിമിൽ സെലക്ട് ചെയ്യുക. അതായത് 4 അവേഴ്സ് സെലക്ട് ചെയ്യുക ഫസ്റ്റ്. അതിൽ ഈ പറഞ്ഞ പോലെ ക്യാൻഡിൽസിന് ലോ മാർക്ക് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസിന് ലോ ടച്ച് ചെയ്യുന്ന ഏരിയ ആയിരിക്കും കൂടുതലായിട്ട് സപ്പോർട്ടായി നിൽക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ക്യാൻഡിൽസിൻ്റെ ഹൈ കണക്ട് ചെയ്യുന്ന ഏരിയ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ലെവൽസ് ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ 1 അവറിലേക്ക് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുത്തണമെങ്കിൽ നമ്മൾ കാണിച്ചു വയ്ക്കുന്ന പോലെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാം. പിന്നെ നമ്മൾ 5 മിനിറ്റ്സിലെടുത്തിട്ട് ഇതേപോലെ ആ ഒരു ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തതിനെ ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് മാർക്ക് ചെയ്യുന്നത് മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അത് ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.